കോഴിക്കോട് ചാത്തമംഗലം വെള്ളലശ്ശേരിയിൽ കിണറ്റിലെ വെള്ളം നീല നിറമായതോടെ ആശങ്കയിൽ നാട്ടുകാർ. ചാത്തമംഗലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബെഞ്ചത്തിന്റെ നാടാണ്, നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ്. വെള്ളലശ്ശേരി വിശ്വംഭരന്റെ വീട്ടിലെ കിണറ്റിലെ വെള്ളത്തിന്റെ നിറമാണ് മാറിയത്. ആരോഗ്യവകുപ്പും CWRDMലെ വിദഗ്ധരും ഈ നിറം മാറ്റത്തിന്റെ കാരണം കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ്. തെളിനീര് പോലെ കിടന്ന കിണറിലെ വെള്ളമാണ് നേരം ഇരുട്ടി വെളുത്തപ്പോൾ റേഷൻ കടയിൽ നിന്ന് വാങ്ങുന്ന മണ്ണെണ്ണയുടെ കളറായി മാറിയിരിക്കുന്നത്. ഏതായാലും വീട്ടുകാർക്ക് ആശങ്കയുണ്ട്. കാരണം തൊട്ടടുത്തുള്ള കിണറുകളിൽ നിന്ന് തന്നെ ഈ രീതിയിലുള്ള നിറമാറ്റം സംഭവിച്ചിട്ടില്ല. രാവിലെ കുളി കഴിഞ്ഞ് ബക്കറ്റ് എടുത്ത് കിണറിൽ നിന്ന് ഒരു ബക്കറ്റ് വെള്ളം എല്ലാ ദിവസവും വെള്ളം ഇളക്കി എടുക്കാറുണ്ട്. അതേപോലെ ഇന്ന് രാവിലെ ഞാൻ അതേപോലെ തന്നെ ഒരു ബക്കറ്റ് വെള്ളം എടുത്തു. വെള്ളം എടുത്തതിന് ശേഷം ഞാനത് കിണ്ടിയിൽ അകത്ത് കൊണ്ട് വെക്കുന്നതാണ്. അത് ചെയ്തതിന് ശേഷം ഞാൻ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം പിന്നെ എടുക്കുക, പമ്പ് ചെയ്തിട്ടാണ് എടുക്കുക. പിന്നെ അതെടുത്ത് ഒരു ശിൽപാത്രത്തിലായപ്പോൾ വെള്ളത്തിൻ്റെ കളർ വ്യത്യാസം എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ വൈഫിനെ വിളിച്ചു. ഞങ്ങളൊരു ടോർച്ച് എടുത്ത് കിണറിലേക്ക് അടിച്ചു നോക്കിയപ്പോഴാണ് വെള്ളം വളരെ നീല നിറത്തിൽ, വളരെ കടും നീല നിറം. CWRDMൽ പോയിട്ട് വെള്ളം 2 ലിറ്റർ വെള്ളം എടുത്ത് അവിടെ കൊടുത്തു. അവർ പറഞ്ഞത് ഒന്നുകിൽ ഇതിൽ വെള്ളം എങ്ങനെ എടുക്കാറ് ചോദിച്ചു. വെള്ളത്തിൽ വെച്ച മോട്ടറാണ്. അപ്പോൾ വെള്ളത്തിൽ വെച്ച മോട്ടർ എത്ര വർഷമായി ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു 10-15 വർഷമായി വെള്ളം ഇതുവരെ ഒരു കംപ്ലൈൻറ്റ് വന്നില്ല. ഒന്നുകിൽ മോട്ടറിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും അതിൻ്റെ ഭാഗമായിട്ടുണ്ടായതാവാം, അല്ലെങ്കിൽ വീണ്ടും ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വിഷയം ഉണ്ടാകും. അത് ഞങ്ങൾ ശരിക്കും പഠിക്കണം എന്ന് പറഞ്ഞു. ഗ്രാമപ്രദേശമാണ്, പക്ഷെ ഇവിടെ അടുത്തടുത്ത് വീടുകളോ അല്ലെ മലിനജലം ഒഴുകുന്ന സ്ഥലമൊന്നല്ല. ഇതിൻ്റെ അടിയൊക്കെ പാറയാണ്, നല്ലൊരു സ്ഥലമാണ്. പിന്നെ നല്ല തെളിഞ്ഞ വെള്ളം. ഇവിടെ ഈ കിണറിൽ ഒരിക്കലും വെള്ളം പറ്റാറില്ല. ഇഷ്ടം പോലെ വെള്ളം. ഞാൻ കൃഷി ഉണ്ടാക്കുന്ന ആളാണ്, കൃഷിക്കൊക്കെ നനയ്ക്കാൻ ഉപയോഗിക്കുന്നതാണ്. ഏതായാലും 2 വർഷം മുൻപ് തൊട്ടടുത്ത മാവൂർ പഞ്ചായത്തിലെ 2 വീടുകളിലുള്ള കിണറുകളിലും സമാനമായ രീതിയിൽ വെള്ളം നീല കളർ വന്നിരുന്നു. അന്നും പരിശോധന നടത്തിയിരുന്നു. ആ വെള്ളം മുഴുവൻ വറ്റിച്ച ശേഷം പിന്നീട് വന്ന വെള്ളത്തിന് ആ കളർ ഉണ്ടായിരുന്നില്ല. കോഴിക്കോട് നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് വിനീഷ് ഒളവണയ്ക്കൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ്, റിപ്പോർട്ടർ.